ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനിവിടെ നിങ്ങൾക്കൊരു സംഭവം പരിചയപ്പെടാം. ഞാൻ ഉണ്ടാക്കി ട്രൈ ചെയ്തൊരു സംഭവമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ലിപ്സ്റ്റിക്ക് ഉപയോഗിക്കുന്നതല്ല, ഞാനും ലിപ്സ്റ്റിക്ക് ഉപയോഗിക്കും. എനിക്ക് ലിപ്സ്റ്റിക്ക് ഉപയോഗിക്കാണ്ട് പുറത്തേക്ക് പോവുക എന്നുള്ളൊരു സംഭവം തന്നെ അത്ഭുതകരമാണ്. കാരണം എനിക്ക് ലിപ്സ്റ്റിക്ക് ഉപയോഗിക്കാണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ ഇഷ്ടമല്ല. എനിക്കൊരു കോൺഫിഡൻ്റ് ഇല്ലായ്മ വരും. അപ്പോൾ പലർക്കും നമ്മൾ പെൺകുട്ടികൾ പലർക്കും അങ്ങനെ തന്നെയാണ്. നമ്മൾ ലിപ്സ്റ്റിക്ക് ഇടാണ്ട് പുറത്തേക്ക് പോയാൽ നമുക്കൊരു കോൺഫിഡൻറ്റ് കുറവായിട്ട് നമുക്ക് തോന്നും. ശരിക്കും നമ്മുടെ ലിപ്പൊക്കെ നല്ല കളറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കോൺഫിഡൻറ്റ് ഇല്ലായ്മ ഉണ്ടാവില്ല. അപ്പം നമുക്ക് നമ്മുടെ ലിപ്പിലെ പിഗ്മെൻറ്റേഷനൊക്കെ കുറയ്ക്കാനായിട്ട് നമ്മൾ ലിപ്സ്റ്റിക്ക് ഉപയോഗിക്കേണ്ട എന്ന് ഞാൻ പറയണില്ല. കാരണം നമുക്കത് ഉപയോഗിക്കാം. പിന്നെ നമുക്ക് രാത്രി കിടക്കാൻ നേരത്തെ ലിപ്സ്റ്റിക്കൊക്കെ ചുണ്ടിൽ നിന്ന് കളഞ്ഞതിന് ശേഷം ചുണ്ട് നല്ല വൃത്തിയാക്കിയിട്ട് നമുക്കൊരു ബാം പരത്തി കിടന്നുറങ്ങാം. അപ്പം നമുക്ക് ഈ ബാം എങ്ങനെയാണ്, ഞാനൊരു ഹോം മെയ്ഡ് ലിപ് ബാമാണ് നിങ്ങൾക്ക് ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത്. ഈ ബാം പരത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് ഒരാഴ്ച കൊണ്ട് നമുക്ക് അറിയാൻ പറ്റും. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഞാൻ ട്രൈ ചെയ്തതിന് ശേഷം എൻ്റെ ലിപ്പിലെ പിഗ്മെൻറ്റേഷനൊക്കെ നല്ലോണം കുറഞ്ഞിട്ടുണ്ട്. നമുക്കൊരു കളറ് നൈസ് നാച്ചുറൽ കളറായിട്ട് നമുക്ക് നമ്മുടെ ലിപ്പിൽ ഉണ്ടാവും. ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നാച്ചുറലായി ബീട്രൂട്ട് കൊണ്ട് ലിപ് ബാം ഉണ്ടാക്കാനുള്ള ഒരു ടിപ്പ് ഞാനിന്ന് നിങ്ങൾക്ക് പറയാം. അപ്പം ഞാനിപ്പോൾ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ലിപ് ബാം, ഇത് നിങ്ങൾ ഉപയോഗിച്ച് വെറും ഒരാഴ്ചയ്ക്കുള്ളിൽ നമ്മൾ ടി വിയിലൊക്കെ കാണുന്ന ഒരു പിങ്കായി മാറും എന്ന്. അത്രയ്ക്കൊന്നും പിങ്ക് ആയില്ലെങ്കിൽ നമ്മുടെ പിഗ്മെൻറ്റേഷനൊക്കെ പോയി നമ്മുടെ ചുണ്ടിലൊരു ഔട്ട്ലൈൻ ഉണ്ട്, കറുത്തിട്ടൊരു പാടുണ്ട്, ഇങ്ങനെ ഷെയ്ഡായിട്ട് നമ്മുടെ ഇവിടെയൊക്കെ ഉണ്ടാവാറുണ്ട്. ഇപ്പം എനിക്ക് ലിപ്സ്റ്റിക്ക് ഇല്ലെങ്കിൽ പോലും കുറച്ചും കൂടി കോൺഫിഡൻറ്റായി നിൽക്കാനായിട്ടൊരു ധൈര്യം വന്നിട്ടുണ്ട്. കാരണം ലിപ്സ്റ്റിക്ക് ഇല്ലെങ്കിൽ ചുണ്ടത്തൊരു ചോപ്പ് നിറം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലിപ്സ്റ്റിക്ക് ഇടാനും തന്നെ മറന്നു പോകും. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഞാനിപ്പോൾ ഈ ചെയ്യുന്ന പ്രോസസ്സ് കറക്റ്റായിട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോൾ വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് അറിയാം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ബീട്രൂട്ട് ലിപ് ബാം ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ലെറ്റ്സ് ഗോ. ആദ്യം തന്നെ ഒരു ബീട്രൂട്ട് എടുത്ത് നന്നായി ഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ അതിന് ശേഷം നമുക്കത് ഒരു 2-3 ദിവസം വെയിലത്ത് വെച്ച് നല്ലോണം ഉണക്കണം. അപ്പം ഞാനിത് ഫസ്റ്റ് ദിവസം നല്ലോണം ഒരു ബീട്രൂട്ടാണ് ഞാൻ എടുത്തത്. ഒരു ബീട്രൂട്ട് മതിയാവുന്നവർക്ക് നിങ്ങൾക്ക് 2 ബീട്രൂട്ട് ഉണങ്ങി കഴിയുമ്പോൾ വളരെ കുറച്ചുണ്ടാവുള്ളൂ ക്വാണ്ടിറ്റി. അപ്പം നമുക്ക് നല്ലോണം ഗ്രേറ്റ് ചെയ്തിട്ട് ഇത് വെയിലത്ത് കൊണ്ടുവയ്ക്കാം. കാലത്ത് തന്നെ ഞാൻ ഗ്രേറ്റ് ചെയ്ത് ബീട്രൂട്ട് കൊണ്ടുവച്ചു. കാലത്താണെങ്കിൽ ഒരു 10 മണി നേരമാണെങ്കിൽ നല്ല വെയിലാണ്, നട്ടാപ്പറ വെയിലെന്ന് പറയാം. നമ്മൾ പണ്ടുള്ളവരും നട്ടാപ്പറ വെയിലത്തൊന്നും പറയില്ല. അപ്പം അതുപോലത്തെ വെയിലൊക്കെ. അപ്പോൾ എൻ്റെ കാലൊക്കെ നല്ലോണം പൊള്ളുന്നുണ്ട്. കൂടുതൽ നേരം അവിടെ നിൽക്കാൻ പറ്റില്ല ഞങ്ങൾക്ക്. അപ്പോൾ വേഗം വെച്ച് വേഗം ഓടണതാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. ഇത് ഫസ്റ്റ് ദിവസത്തെ ഉണങ്ങിയ ഒരു സംഭവം ഞാൻ കാലത്ത് വെച്ചിട്ട് ഒരു വൈകുന്നേരം ആയപ്പോഴാണ് ഇപ്പോൾ എടുത്തത്. അപ്പോൾ ഫസ്റ്റ് ദിവസം ഇത്രയ്ക്കേ ഉണങ്ങിയുള്ളൂ. ഇനി നാളെ 2 ദിവസം 3 ദിവസം കൊണ്ട് ഉണക്കി നമുക്ക് നല്ലൊരു ക്രിസ്പി പരുവത്തിലാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇത് നന്നായി മിക്സിയിലിട്ട് പൊടിക്കുക എന്ന് പറഞ്ഞാൽ നൈസ് പൗഡർ ആവണം. നല്ലൊരു നമ്മൾ പൗഡറില്ലേ, പൗഡറിൻ്റെ ആ ഒരു രീതിയിൽ നല്ലോണം പൊടിച്ചെടുക്കണം. നല്ലോണം തരിതരി ആവരുത്, ഒട്ടും തരിതരി പാടില്ല. നമുക്ക് വേണമെങ്കിൽ ഇത് അരിച്ച് നല്ല സ്മൂത്തായിട്ട് എടുക്കാം. ശരിക്കും എനിക്ക് 2ാമത്തെ ദിവസമായപ്പോൾ നല്ലോണം ഉണങ്ങി കിട്ടിയിട്ടോ. അത് ഞാൻ കാലത്ത് കൊണ്ടുവച്ചിട്ട് രാത്രി വൈകുന്നേരം ആകുമ്പോഴാണ് എടുക്കുക. അപ്പോൾ 2 ദിവസം, നമ്മുടെ ഇപ്പോഴത്തെ ചൂടനുസരിച്ച് 2 ദിവസം ധാരാളമാണ്. ഇപ്പം എനിക്ക് പൊടിക്കാനുള്ള ഒരു ലെവലായിട്ടുണ്ട്. അപ്പം നമുക്കിനി അടുത്ത സ്റ്റേജിലേക്ക് കടക്കാം. അപ്പം നമ്മുടെ ഉണങ്ങിയ ബീട്രൂട്ടൊക്കെ നല്ലോണം മിക്സിയിലിട്ട് പൊടിച്ചിട്ട് നല്ല തരി സ്മൂത്തായിട്ടുള്ള പൗഡറാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 സ്പൂണ്
വാസ്ലിൻ. അപ്പം ഞാനിവിടെ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലാണ് ബീട്രൂട്ട് എടുത്തത്. അപ്പം ഞാനൊരു 2 സ്പൂണ്, ഒരു സ്പൂൺ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ സ്പൂണാണെങ്കിൽ 2 സ്പൂണാക്കാം, ഒരു വലിയ ടേബിൾ സ്പൂൺ ആണെങ്കിൽ ആ സ്പൂണ് വാസ്ലിൻ മതി. അപ്പോൾ 1 സ്പൂണ് വാസ്ലിനും, ഇപ്പം നിങ്ങളുടെ വീട്ടിൽ ഹോം മെയ്ഡ് കോക്കനട്ട് ഓയിൽ ഉണ്ടെങ്കിൽ അത് ചേർക്കാം. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ നെയ്യ്, നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന നെയ്യാണ് എങ്കിൽ അതാണ് കുറച്ചും കൂടി ബെറ്റർ. വെളിച്ചെണ്ണയോ നെയ്യോ അതിലേതെങ്കിലും ഒരെണ്ണം 1 സ്പൂൺ, 1 ടേബിൾ സ്പൂൺ ചേർക്കാം. പിന്നെ അതിന് ശേഷം നമ്മുടെ കയ്യിൽ ഇല്ല, അപ്പോൾ പുറത്തുനിന്ന് കടയിൽ നിന്ന് വാങ്ങണം വൈറ്റമിൻ ഇ ക്യാപ്സൂൾ 2 എണ്ണം നന്നായി പൊട്ടിച്ച് നല്ലോണം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നല്ല ഒരു ലിക്വിഡ് വരും. ആ ലിക്വിഡ് ഞെക്കി ഇതിലേക്ക് ഒഴിച്ച് ഇടണം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് ശേഷം ഈ വാസലിനും പിന്നെ നമ്മൾ നെയ്യ് അല്ലെങ്കിൽ വെളിച്ചെണ്ണ, നെയ്യില്ലാത്തൊരു വെളിച്ചെണ്ണ, ഇപ്പം നെയ്യൊക്കെ പുറത്തുനിന്ന് വാങ്ങുന്നതൊന്നും നല്ലതല്ല. നമ്മൾ വീട്ടിൽ വെച്ച് ഉണ്ടാക്കുന്ന നെയ്യാണെങ്കിൽ കുറച്ചും കൂടി ബെറ്ററാണ്. അപ്പോൾ ആ നെയ്യും പിന്നെ ഈ വൈറ്റമിൻ ഈ ലിക്വിഡും 3 കൂടി മിക്സ് ചെയ്ത് നല്ലോണം ഒരു സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്യുക. അപ്പം റെഡിക്കും നമ്മുടെ മിക്സ് ആവില്ല, എന്നാലും ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷമാണ്. പിന്നെ ഇപ്പം ഞാനിങ്ങനെ പറയുമ്പോഴൊക്കെ നിങ്ങൾക്ക് വിചാരിക്കും ഭയങ്കര വലിയ പ്രോസസ്സിങ് ആണ്, ഭയങ്കര ബുദ്ധിമുട്ട് പണിയാണെന്നൊക്കെ. പക്ഷേ ഒരിക്കലില്ല, ഇതിലും കുറച്ച് പരിപാടികളേ ഉള്ളൂ, പെട്ടെന്ന് നമുക്കിത് ഉണ്ടാക്കാവുന്നുള്ളൂ. ഈ ഒരു ബീട്രൂട്ട് പൊടി ആക്കുന്നത് വരെയാണ് കുറച്ച് പ്രോസസ്സിങ് ആയിട്ടുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കിത് സുഖമാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. ഞാനീ പറയണത് അനുസരിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നിങ്ങളത് ശരിക്കും ഒന്ന് കേട്ട് കഴിഞ്ഞാൽ അറിയാം ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൽ വെച്ച് ഈ മിശ്രിതം ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. വല്ലാണ്ട് അങ്ങോട്ട് തിളപ്പിക്കാൻ പാടില്ല, നല്ലോണം കുറച്ചൊന്ന് നമ്മളിപ്പോൾ ഈ ഒരു പൗഡർ രൂപം ഇത് ഈ വാസലിനൊക്കെ ഉരുകി നല്ലോണം മെൽറ്റായി വരുമ്പോൾ നല്ലൊരു സ്മൂത്തായിട്ടുള്ള ക്രീമി പരിവാവും. അത് വരെ ഇത് ചൂടാക്കി എടുത്താൽ മതി. അത് കഴിഞ്ഞ് തിളയ്ക്കാനൊന്നും നിൽക്കാണ്ട് തന്നെ ഇത് ഇറക്കി വെക്കണം. നമ്മുടെ നമ്മുടെ ലിപ് ബാം ഇവിടെ ഒരുവിധം ഫൈനലായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നല്ലോണം മെൽറ്റായി നല്ലൊരു ക്രീമി രൂപമായിട്ടുണ്ട്. പിന്നീട് നമ്മളൊരു ജാറ്, ഒരു ആവശ്യമില്ലാത്ത എന്തെങ്കിലും നമ്മളിപ്പോൾ ലിപ് ബാമൊക്കെ ഉപയോഗിച്ചിരുന്ന ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു ചില്ലിൻ്റെ ഒരു ചെറിയ ജാറാണ്. നല്ലോണം കഴുകിയിട്ട് ഞാനത് വൃത്തിയായി ഉണക്കി വെച്ചിരുന്നു. ഇതിലേക്ക് ഇത് മാറ്റി നല്ലോണം സ്റ്റോർ ചെയ്ത് വെക്കണം. കുറച്ച് നേരം ഒരു റെഫ്രിജറേറ്ററിൽ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഒരു തണുത്ത് കിട്ടുമ്പോൾ അതൊന്നും കൂടി ഒന്ന് കട്ടായിട്ട് കിട്ടും. അപ്പം നമ്മുടെ ബീട്രൂട്ട് ലിപ് ബാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് കാലത്ത് നമ്മൾ ലിപ്സ്റ്റിക്ക് നമ്മൾ ജോലിക്കൊക്കെ പോവുകയാണെങ്കിലും മറ്റെവിടെയെങ്കിലും പോവുകയാണെങ്കിലും നമ്മൾ ലിപ്സ്റ്റിക്ക് ഇടാണ്ട് എന്തായാലും നമുക്ക് പോകാണ്ടിരിക്കാൻ പറ്റില്ല. അത് ഒരിക്കലും സ്ത്രീകളെ അപേക്ഷിച്ച് നമുക്ക് നിർത്താൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ലിപ്സ്റ്റിക്ക് ഉപയോഗിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ കുളിച്ച് വരുമ്പോൾ നമ്മളെ പ്രൈമറി ക്രീംസുകൾ നമ്മൾ ഉപയോഗിക്കും, മോയ്സ്ചറൈസറും സൺസ്ക്രീനൊക്കെ ഉപയോഗിക്കുന്ന പോലെ തന്നെ നമ്മുടെ ചുണ്ടിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മോയ്സ്ചറൈസ് ആവാനും വേണ്ടി ഈ ഒരു ബീട്രൂട്ടിൻ്റെ ലിപ് ബാം ആദ്യം തന്നെ നമ്മൾ ഇതൊന്ന് പുരട്ടിയിട്ട് കുറച്ച് നേരം കഴിഞ്ഞ ശേഷം നമ്മൾ ഇതിൻ്റെ മേലെ നമ്മൾ ലിപ്സ്റ്റിക്ക് ഇട്ടാൽ നമ്മുടെ ലിപ്പിനൊരു പ്രൊട്ടക്ഷനുള്ള രീതിയിൽ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ രാത്രി നമ്മൾ ഫ്രഷായി മുഖമൊക്കെ കഴുകി കഴിയുമ്പോൾ നമ്മളൊരു നൈറ്റ് ക്രീമൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഈ നൈറ്റ് ക്രീം നമ്മൾ മുഖത്ത് യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം
നമ്മൾ ലിപ്പിക്ക് വേണ്ടിയിട്ട് ഈ ലിപ് ബാം നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളുടെ ലിപ്പൊക്കെ നല്ല കളർ വെച്ച് വരും, പിഗ്മെൻറ്റേഷനൊക്കെ മാറി, നിങ്ങളുടെ കറുത്ത പാടുകളൊക്കെ മാറി ഒരുവിധം പിങ്ക് കളറായിട്ട് വരും. ഒരു നല്ലൊരു റിസൾട്ടാണ് നിങ്ങൾക്ക് കിട്ടാം. അപ്പോൾ ഇതിലൊരിക്കലും നിങ്ങൾക്ക് പൊട്ടയായിട്ടുള്ള ഒന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല, നിങ്ങൾക്ക് കാണാം. പിന്നെ നിങ്ങൾക്ക് ബീട്രൂട്ട് ഇങ്ങനെ ഉണക്കിയൊക്കെ യൂസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് പുറത്തുനിന്ന് നിങ്ങൾക്ക് ബീട്രൂട്ടിൻ്റെ പൊടിയൊക്കെ വാങ്ങാൻ കിട്ടും. അപ്പോൾ ആ ഒരു പൊടി നിങ്ങളിതിൽ ഇങ്ങനെയൊക്കെ ഈ ഒരു പ്രോസസ്സിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലിപ് ബാം ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ചിലർ ബീട്രൂട്ട് മിക്സിയിലിട്ട് അടിച്ച് നല്ലോണം പിഴിഞ്ഞ് ലിക്വിഡ് മാത്രം എടുക്കാറുണ്ട്. പക്ഷേ ആ ലിക്വിഡിനേക്കാളും നല്ലത് ബീട്രൂട്ട് അങ്ങനെയും കൂടി അങ്ങോട്ട് നമ്മൾ മിക്സിയിലിട്ട് അടിച്ച് ഉണക്കി പൊടിച്ചെടുക്കുന്നതാണ്. ഈ പൊടി നിങ്ങൾക്ക് ഇവിടെ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് പുറത്തുനിന്ന് വാങ്ങണ പൊടി യൂസ് ചെയ്ത് നിങ്ങൾക്ക് ലിപ് ബാം ഉണ്ടാക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇത് ട്രൈ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യണം. ആർക്കെങ്കിലും റെക്കമെൻഡ് ചെയ്യണമെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യണം എൻ്റെ വീഡിയോ. ഇഷ്ടമായെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. വീണ്ടും ഇങ്ങനത്തെ നല്ല നല്ല ബ്യൂട്ടി ടിപ്സുമായി മാത്രമല്ല കുക്കിംഗ് ടിപ്സുമായി എൻ്റെ വീഡിയോ ഇനിയും എത്തും. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കാണുവാൻ വേണ്ടിയായി ചാനലിൻ്റെ നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.